الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد പ്രിയമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നേരിടുന്നവരാണ്. അതെല്ലാം മാറുവാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ ഒരുപാട് ചിട്ടവട്ടങ്ങൾ നമ്മൾ പകർത്തിക്കൊണ്ടുവരുന്നവരാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില ആൾക്കാരെ വിളിച്ചുകൊണ്ട് പറയാറുണ്ട്, ദിക്റുകൾ ചൊല്ലിയിട്ടും സലാത്തുകൾ ചൊല്ലിയിട്ടും ഖുർആൻ ഓതിയിട്ടുമൊന്നും ഒരു ഫലവും കാണുന്നില്ലല്ലോ എന്ന് പറയാറുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് നമ്മുടെ ദിക്റുകളും സലാത്തുകളും ഖുർആനും ഒന്നും നമുക്ക് യാതൊരു ഗുണവും ചെയ്യാത്തത്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. ദുനിയാവിനെ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ല. ദിക്ർ എന്ന് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്ന് നമ്മൾ ചൊല്ലിയാൽ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ, അല്ലെങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ നമ്മൾ ചൊല്ലിയാൽ, ഈ ദിക്റുകളൊക്കെ ചൊല്ലുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ, ദുനിയാവിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറാൻ വേണ്ടിയിട്ട് മാത്രം നിയ്യത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ ചൊല്ലിയാൽ ചിലപ്പോൾ അല്ലാഹു തആല അത് നമുക്ക് നൽകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ദിക്ർ ചൊല്ലുന്ന സമയത്ത്, ഖുർആൻ ഓതുന്ന സമയത്ത് ആഖിറത്തിനെയാണ് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത്. അല്ലാഹുവേ, ആഖിറം നീ രക്ഷപ്പെടുത്തണേ അല്ലാ, സലാമത്തിലാക്കണേ അല്ലാ എന്നുള്ള നിയ്യത്തിലാണ് നമ്മൾ ദിക്റുകളും സലാത്തുകളും വിശുദ്ധമായ ഖുർആനും ഓതേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് നമുക്ക് ദുനിയാവും ലഭിക്കുന്നത്. അല്ലാതെ കണ്ട് ദുനിയാവിനെ മാത്രം നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് കടന്നു വരുമ്പോ, ദിക്റുകളും സലാത്തുകളും മുഴുവനും ദുനിയാവിനെ മാത്രം പ്രേമിച്ചുകൊണ്ടാകുമ്പോ ചിലപ്പോൾ അതിന് പ്രതിഫലം കിട്ടണമെന്നില്ല. കാരണം അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അല്ലാഹുവേ, ദുനിയാവിലൊന്നും കിട്ടാൻ ആഗ്രഹിക്കാത്തവരായിരുന്നു സഹാബാക്കള്. അല്ലാഹുവേ, ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കച്ചവടം കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പൊട്ടിക്കരയുകയാണ്. ഭാര്യ വന്നുകൊണ്ട് ചോദിച്ചു, എന്തിനാണ് തങ്ങളെ നിങ്ങൾ കരയുന്നത്? അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, പ്രിയപ്പെട്ടവളെ, ഇന്ന് ഞാൻ കച്ചവടം കഴിഞ്ഞിട്ട് വരുമ്പോ എനിക്ക് ഒരുപാട് ലാഭം കിട്ടിയല്ലോ. ആ ലാഭവും കൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നത്. ഇന്നെന്റെ കയ്യിൽ അതിന്റെ ലാഭം ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഉറക്കം വരുന്നില്ല. കാരണം എന്തെന്നറിയോ? അല്ലാഹു എന്റെ കച്ചവടത്തിൽ ലാഭം കിട്ടിയപ്പോ ഞാൻ കരുതിയത്, എനിക്ക് അല്ലാഹു തആല ആഖിറത്തിൽ തരാനിരിക്കുന്ന സമ്പത്ത്, ആഖിറത്തിൽ തരാനിരിക്കുന്ന അനുഗ്രഹമുണ്ടല്ലോ, അതെനിക്ക് ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നിട്ട് അവസാനിപ്പിക്കുകയാണോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ കരയുകയാണ്. അതിനെന്താ ഇനി മറുപടി നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് ഭാര്യ എവിടുന്ന് പറയുന്നെങ്കിൽ, തങ്ങളെ, ഇന്നത്തെ രാത്രിയിൽ തന്നെ പാപങ്ങളാകുന്ന സഹാബത്തിൻ്റെതായ മുറ്റത്തേക്ക് കടന്നു ചെന്നിട്ട് അവർക്ക് മുഴുവനും അതെടുത്തുകൊണ്ട് സദക്ക കൊടുത്തിട്ട് കടന്നു വരൂ. നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടട്ടെ, അല്ലാഹു പ്രതിഫലം തരട്ടെ. ഭാര്യ പറഞ്ഞു കൊടുക്കാൻ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കടന്നുപോയി. അവിടുന്ന് പൈസ എടുത്തുകൊണ്ടതാ പാവങ്ങളാകുന്ന സഹാബാക്കൾക്ക് മുഴുവനും വീതിച്ചു കൊടുക്കുകയാണ്. രാവിലെ മുഴുവനും കഷ്ടപ്പെട്ടുകൊണ്ട് കടന്നു വരുമ്പോ കിട്ടിയ പൈസ എടുത്തുകൊണ്ട് സദക്ക ചെയ്യുന്ന മഹത്തമാകുന്ന ഒരു സമ്പ്രദായം ഉണ്ടെങ്കിൽ അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സദക്ക കൊടുത്തുകൊണ്ട് സന്തോഷത്തോടെ തിരിച്ചു വന്നു. എന്നെ പ്രിയപ്പെട്ടവരവർ ചിന്തിച്ചു പോകുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവേ, എനിക്ക് വല്ല ലാഭങ്ങളും ഇവിടെ തരുന്ന സമയത്ത് ആഖിറം നഷ്ടപ്പെട്ടു പോകുമോ എന്നാണ് അവർ ഭയപ്പെട്ടതെങ്കിൽ, ഇന്ന് നമ്മൾ അങ്ങനൊരു ചിന്തയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ദുനിയാവിനെയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? ആഖിറം നഷ്ടപ്പെട്ടാലും എനിക്ക് ദുനിയാവ് കിട്ടിയാ മതി, ആഖിറമില്ലെങ്കിലും എനിക്ക് ദുനിയാവ് മതി, ആഖിറത്തിൽ സന്തോഷമില്ലെങ്കിൽ എനിക്ക് ദുനിയാവിൽ സന്തോഷിച്ചാ മതി. ഇങ്ങനെയുള്ള ചിന്തയുമായിട്ട് ദിക്ർ ചൊല്ലിയാ
എങ്ങനെയാ നമ്മൾ രക്ഷപ്പെടുന്നത്? എങ്ങനെയാ നമ്മളെ രക്ഷപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ദിക്ർ ചൊല്ലിയിട്ട് ദുനിയാവിൽ നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ അല്ലാഹ് നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്, അല്ലാഹു നിന്നെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നിനക്ക് തരാനുള്ളത് ആഖിറത്തിലേക്ക് അല്ലാഹു മാറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ദിക്ർ ചൊല്ലുന്ന സമയത്ത് ആഖിറത്തിനെ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ ദിക്ർ ചൊല്ലാൻ. അല്ലാഹുവേ, ഒരു ദിക്ർ കൊണ്ട് എത്ര ഫലമാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. ഈ ദിക്ർ നമ്മൾ ചൊല്ലുന്നത് പാപങ്ങളെ പൊറുക്കാനാണെങ്കിൽ അതിന് മറുപടിയായി എത്രയെത്ര പ്രതിഫലമാ നമുക്ക് കിട്ടുന്നതെന്നറിയോ? അല്ലാഹു നിന്നെ ദാരിദ്ര്യത്തെ തുടച്ചു നീക്കുന്നതാണ്, നിന്റെ കച്ചവടങ്ങളിൽ ബറക്കത്ത് നൽകുന്നതാണ്, നിന്റെ മക്കളെ അല്ലാഹു നന്നാക്കുന്നതാണ്, ആപത്ത് മുസീബത്തുകളെ തൊട്ട് അല്ലാഹു തആല തട്ടിമാറ്റുന്നതാണ്. ഇങ്ങനെ നിരവധി അനവധി ഒരുപാട് പ്രതിഫലങ്ങളുള്ള ദിക്റാണ് അസ്തഗ്ഫിറുല്ലാഹ്. ചൊല്ലാൻ കഴിയുമോ എന്റെ പെങ്ങള്? ഒരു ദിവസത്തിൽ ഒരു 100 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ കഴിയുമോ? കിടക്കുന്ന സമയത്ത് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞുകൊണ്ട് കിടക്കാൻ നിനക്ക് കഴിയുമോ പെങ്ങള്? നിനക്കതിന് സാധിക്കുമോ എന്റെ പ്രിയപ്പെട്ട ഉമ്മ? അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലിക്കോ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ദിക്ർ ചൊല്ലിയിട്ട് ഒന്നും കിട്ടിയില്ല, ദിക്ർ ചൊല്ലിയിട്ട് ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്നവര് എന്തുകൊണ്ടാ ദിക്ർ ചൊല്ലിയിട്ട് കിട്ടാത്തത്? നിങ്ങൾ ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കുന്നത് കൊണ്ടാ. രണ്ടാമത്തെ കാര്യം, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ദിക്ർ ഫലം ചെയ്യാത്തതെന്നറിയോ? നിങ്ങളുടെ നാവുണ്ടല്ലോ, നിങ്ങളുടെ നാവ് കൊണ്ടാണല്ലോ നിങ്ങൾ ദിക്ർ ചൊല്ലുന്നത്. ആ നാവ് ഗീബത്ത് പറയുന്ന നാവാണെങ്കിൽ, ഗീബത്ത് പറയുന്ന നാവാണെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ദിക്ർ ഫലം ചെയ്യില്ല എന്ന് ഹബീബുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. ഈവത്തുകളും നബീവത്തുകളും പറഞ്ഞുകൊണ്ട് നടക്കുന്ന എന്റെ സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് എന്താണെന്നറിയോ? വലാ തഖഫ് മാ ലൈസ ലക ബിഹി ഇൽമ. നിനക്ക് അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നീ മിണ്ടിപ്പോകരുത്, അറിവില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നീ മിണ്ടിപ്പോകരുത്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. പൊന്നുമോനെ, നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും നിന്റെ ചിന്താമണ്ഡലങ്ങളും അത് മുഴുവനും അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. റബ്ബുൽ ഇസ്സത്തായ തമ്പുരാന്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് അല്ലാഹുവേ, നീ നോക്കുന്നത് ശരിയാകണം, നീ ചിന്തിക്കുന്നത് ശരിയാകണം, നീ പറയുന്നത് ശരിയാകണം. അതുകൊണ്ട് നിന്റെ നാവ് കൊണ്ട് നീ ഗീബത്തുകളും നമീമത്തുകളും പറഞ്ഞു നടക്കുന്നവരാണെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നീ ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, ഒരിക്കലും അത് സ്വീകരിക്കുന്നതല്ല എന്റെ പെങ്ങളെ. നീ ഏത് ആവശ്യത്തിന് വേണ്ടി ചൊല്ലിയെന്ന് പറഞ്ഞാലും ശരി, അല്ലാഹു തആല സ്വീകരിക്കില്ല. കാരണം നിന്റെ നാവ് കൊണ്ട് നീ എന്താണ് ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരു സദസ്സിലിരിക്കുമ്പോ അവിടുത്തെ ജനങ്ങൾ ഇങ്ങനെ ഗീബത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലദീന കാനൂ ഖബലനാ യകുലൂനൽ ഖുബ്സ ഖബലൽ ലഹ്മി വഅൻതും ബദഅതും ബിൽ ലഹ്മി ഖബലൽ ഖുബ്സി. എല്ലാവരും പത്തിരി തിന്നതിന് ശേഷമാണ് ഇറച്ചി കഴിക്കുന്നത്. ഇത് പത്തിരി കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾ ഇറച്ചി തിന്നുകയാണോ എന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുകയുണ്ടായി. മഹാനവറുകൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി
ഗീബത്ത് എന്ന് പറയുന്നത് വളരെ മോശമായൊരു കാര്യമാണ്, വെറും മോശമായൊരു കാര്യമാണ്. അല്ലാഹു തആല നമ്മളെ പിടിച്ച് ശിക്ഷിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചെയ്തു വെച്ച അമല് മുഴുവനും നശിച്ചു പോകും, നമ്മൾ പാപ്പരായി പോകും. അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ, അള്ളാഹുവിന്റെ പാരത്രികമായ ലോകത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, മറ്റുള്ള ദിക്റുകളുണ്ട്, സലാത്തുകളുണ്ട്, ഹജ്ജുണ്ട്, ഉംറയുണ്ട്, ഇതെല്ലാം കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് മഹ്ശറിലോട്ട്. പക്ഷേ അവിടെ എത്തുന്ന സമയത്തതാ ജനങ്ങൾ കടന്നു വന്നുകൊണ്ട് പറയുന്ന, അല്ലാഹുവേ ഇവനെ സ്വർഗത്തിൽ വിടരുത്, ഇവനെ സ്വർഗത്തിൽ വിടരുതല്ല, ഇവനെ സ്വർഗത്തിൽ വിടരുത്. അല്ലാഹു തആല കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അവിടുന്ന് ജനങ്ങൾ പറയുകയാണ്, ദുനിയാവിൽ വെച്ചുകൊണ്ട് ഇവൻ ഞങ്ങളോട് ഗീബത്ത് പറഞ്ഞവനാണ്, ഞങ്ങളുടെ ഗീബത്ത് പറഞ്ഞുകൊണ്ട് നടന്നവനാണ് അല്ലാ, അതുകൊണ്ട് ഇവനെ സ്വർഗത്തിലേക്ക് വിടൽ അല്ലാ. അല്ലാഹു തആല അവരോട് ചോദിക്കുകയാണ്, നിങ്ങളെ ഗീബത്ത് പറഞ്ഞുകൊണ്ട് മോശമാക്കിയിട്ടുണ്ടെങ്കിൽ ഇവനിൽ നിന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനോട് ആ മനുഷ്യന്മാര് പറയുകയാണ്, അല്ലാഹുവേ ഇവൻ ചെയ്തു വെച്ച നന്മകൾ മുഴുവൻ ഞങ്ങൾക്ക് തരണേ അല്ലാ, ഇവൻ ചെയ്തു വെച്ച നന്മകൾ മുഴുവൻ ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹു തആല അവന്റെ നന്മകൾ മുഴുവൻ എടുത്തു കൊടുക്കും, അവന്റെ നന്മകൾ മുഴുവൻ എടുത്തു കൊടുക്കും. അവൻ പാപ്പരായി ഒന്നുമില്ല. അല്ലാഹു തആല ചോദിക്കും, എടാ നിനക്കിനി എന്തുണ്ട്, എന്തുണ്ട് നിന്റെ കയ്യില്? അല്ലാഹുവേ എന്റെ കയ്യിൽ ഒന്നുമില്ല, നിന്റെ കാരുണ്യമല്ലാതെ ഒന്നുമില്ല, പാപ്പരായി പോയി, നന്ദി നരകത്തിലേക്ക് പോകും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഗീബത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ നഷ്ടമാണ്, നമുക്ക് വളരെ നഷ്ടമാണ്. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഗീബത്ത് ഒരുപാട് അരമണിക്കൂർ എന്ന് പറയണമെന്നില്ല, അരമണിക്കൂർ എന്ന് പറഞ്ഞാലേ ഗീബത്താകൂ എന്ന് നിന്നില്ല. മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ഒരാളെ കുറിച്ച് പറയപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദാക്കൽ അസ്വദു, ആ കറുത്ത മനുഷ്യനെന്ന് പറഞ്ഞു പോയി. ഒരാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വേണ്ടി ദാക്കൽ അസ്വദു, അത് കറുത്തൊരു മനുഷ്യനാണ്. അവിടുന്ന് അവിടുന്ന് പെട്ടെന്ന് അസ്തഗ്ഫിറുല്ലാഹ് പറയുകയാണ്, അഖാഫൻ നകൂന ഖദ് ഗദ്ബതഹു, അതുപോലും ഗീബത്തായി പോകുമോ എന്ന് ഞാൻ ഭയന്നു പോയെന്ന് മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. നെ കുറിച്ച് പറഞ്ഞപ്പോ ആ കറുത്ത മനുഷ്യൻ, ആ കറുത്ത മനുഷ്യൻ എന്ന് പറഞ്ഞു, അത് പോലും ഗീബത്തായി പോകുമോ എന്ന് ഭയന്നുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞു മഹാനായ ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുപോലും ചിലപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുപോലും കറുത്ത മനുഷ്യനെന്ന് പറഞ്ഞതുപോലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അല്ലാഹുവേ ഞാൻ ഗീബത്ത് പറഞ്ഞവനായി പോകുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു പോയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ മനസ്സിലാക്കുക, ഗീബത്ത് പറയുന്നത് എത്രത്തോളം വലുതാണെന്നറിയോ? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ മസാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണല്ലോ. അല്ലാഹുവേ നേരം പോക്കാക്കിക്കൊണ്ട് കടന്നു വന്നുകൊണ്ട് ജനങ്ങളുമായി കൂടിയിരുന്നു കൊണ്ട്, അല്ലാഹുവേ നിന്റെ അയൽവാസികളുടെ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്, നിന്റെ നാവ് കൊണ്ട് ഗീബത്തുകളും നമീമത്തുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നവര്, അല്ലാഹുവേ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു കൊണ്ട് സമയം കളയുന്നവര്, എങ്ങനാ നിന്റെ ദിക്ർ സ്വീകരിക്കുന്നത്? എങ്ങനാ നിന്റെ ഖുർആൻ സ്വീകരിക്കുന്നത്? എങ്ങനാ നിന്റെ അമലുകൾ സ്വീകരിക്കുന്നത്? ഈ എത്ര വട്ടം പൊട്ടിക്കരഞ്ഞെന്ന് പറഞ്ഞാലും ശരി, അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നിന്റെ ഒരു അമലുകളും സ്വീകരിക്കുന്നതല്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ഥലത്തെത്തിയപ്പോ അവിടുന്ന് ബോധം കെട്ടു പോവുകയാണ്. ജനങ്ങൾ മുഴുവനും അവിടുന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോയി വെള്ളം കുടഞ്ഞു. ബോധം തിരിച്ചു വന്നപ്പോൾ അവിടുന്ന് ചോദിച്ചു, തങ്ങളെ
എന്തേ അവിടെ എത്തിയപ്പോ നിങ്ങളെ ബോധം കെട്ടുപോയി? അവിടെ എത്തിയപ്പോ നിങ്ങളെ ബോധരഹിതനായി വീണുപോയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോ മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല പറയുകയാണ്, അവിടെ എത്തുന്ന സമയത്ത് ഒരു വേളയിൽ ഞാൻ നടന്നു വരുമ്പോ അവിടെ എത്തുന്ന സമയത്ത് അറിയാതെ കണ്ടൊരു മനുഷ്യനെ കുറിച്ച് ഞാൻ പറഞ്ഞു പോയി. അവിടെ വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു പോയി. അത് കാരണമായിട്ട് അത് ഗീബത്തായി പോകുമോ എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഞാൻ ബോധം കെട്ട് വീണുപോയായിരുന്നു. ഇപ്പോഴും ഞാൻ ആ സ്ഥലത്തെത്തുന്ന സമയത്ത് ഗീബത്താണല്ലോ എന്നോർത്തുകൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ എന്റെ ആപത്ത് എന്താണ്, ശിക്ഷ എന്താണ്, അതോർത്തുകൊണ്ട് വീണ്ടും വീണ്ടും ഞാൻ ബോധം കെട്ട് വീണു പോവുകയാണ് എന്ന് മഹാനായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മൾ മഗ്‌രിബ് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ട് അസ്ർ നിസ്കാരം കഴിഞ്ഞ് ജോലിയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ട് അയൽവക്കത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് ഗീബത്ത് പറയുന്ന ഉമ്മ, അല്ലാഹു നിന്റെ ഇബാദത്ത് എങ്ങനെയാ സ്വീകരിക്കുന്നത്, ദിക്ർ എങ്ങനെയാ സ്വീകരിക്കുന്നത്? അതുകൊണ്ട് എത്ര ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ടും കാര്യമില്ല. ഈ പറഞ്ഞു തരുന്ന ദിക്റുകൾ ചൊല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. ആദ്യം ഈ പണി നിർത്തണം. അല്ലാഹു തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമുക്ക് നന്നാകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ശരീരത്തിലുള്ള ഏറ്റവും വലിയ രാജവെമ്പാലയാണ് നമ്മുടെ നാവ്. അതിനെ നമ്മൾ സൂക്ഷിക്കണം. അല്ലാഹു തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നാവൊക്കെ നന്നാക്കിയിട്ട് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് 111 പ്രാവശ്യം ചൊല്ലിക്കോ. അല്ലാഹു നിന്റെ ജീവിതത്തിൽ ഒരുപാട് ബറക്കത്തുകൾ നൽകും. നിന്റെ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. നിന്റെ ആപത്ത് മുസീബത്തുകളൊക്കെ അല്ലാഹു മാറ്റി